സൂര്യനമസ്കാരം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറെടുക്കാം. കൈകൾ രണ്ടും കൂപ്പി തള്ളവിരൽ നെഞ്ചിൽ മുട്ടിച്ച് പ്രണാമാസനം ചെയ്യുക. നോട്ടം നേരെ ആയിരിക്കണം. പിന്നീട് ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കുന്നതിനോടൊപ്പം തന്നെ കൈകൾ ഉയർത്തി പിന്നിലേക്ക് വളയുക. കൈമുട്ടുകളും കാൽമുട്ടുകളും നിവർന്നിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതാണ് ഹസ്ത ഉത്ഥാനാസനം. ശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മുന്നിലേക്ക് വളഞ്ഞ് കൈപ്പത്തികൾ കാൽപാദങ്ങളുടെ അരികിൽ വയ്ക്കുക. കാൽമുട്ടുകൾ വളയാതെ ശ്രദ്ധിക്കണം. ഇതാണ് പാദഹസ്താസനം. അടുത്തത് അശ്വസഞ്ചലനാസനം. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വലതുകാല് പിന്നിലേക്ക് നീട്ടിവെക്കുക. ശ്വാസം ഹോൾഡ് ചെയ്തുകൊണ്ട് ഇടതുകാല് കൂടി പിന്നിലേക്ക് വലിച്ചു വെച്ച് കാൽവിരലുകളിലും കൈപ്പത്തികളിലും ശക്തി കൊടുത്തുകൊണ്ട് ശരീരം ഉയർത്തിപ്പിടിക്കുക. ശ്വാസം പുറത്തു വിട്ടുകൊണ്ട് കാൽമുട്ടുകൾ, മാറിടം, നെറ്റി എന്നിവ നിലത്ത് മുട്ടിച്ച് അരക്കെട്ട് ഉയർത്തി ഈ ഒരു പൊസിഷനിൽ ശ്വാസോച്ഛ്വാസം വേണമെങ്കിൽ ചെയ്യാം. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഭുജംഗാസനം ചെയ്യുക. അതായത് കൈപ്പത്തികളിൽ ശക്തി നൽകി ശരീരത്തിൻ്റെ മുൻഭാഗം ഉയർത്തി മുകളിലേക്ക് നോക്കുക. പിന്നീട് പർവ്വതാസനം. ശ്വാസം വിട്ട് അരക്കെട്ട് മുകളിലേക്ക് ഉയർത്തി കാൽവിരലുകളിലേക്ക് നോക്കുക. പിന്നീട് വീണ്ടും അശ്വസഞ്ചലനാസനം. നേരത്തെ വെച്ച വലതുകാല് തന്നെ ഫ്രണ്ടിലേക്ക് വെച്ച് അശ്വസഞ്ചലനാസനം ചെയ്യുക. പിന്നീട് ഇടതുകാല് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് ശ്വാസം വിട്ടുകൊണ്ട് പാദഹസ്താസനം. ശ്വാസം എടുത്തുകൊണ്ട് ഹസ്ത ഉത്ഥാനാസനം. ബാക്കിലേക്ക് ബെൻഡ് ചെയ്യുക. ഇൻഹേൽ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. ആൻഡ് എക്സ്ഹേൽ ചെയ്തുകൊണ്ട് പ്രണാമാസനം. ഇപ്പം നമ്മൾ സൂര്യ നമസ്കാരത്തിൻ്റെ ഒരു പകുതിയാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇനി ലെഫ്റ്റ് കാല് വെച്ചിട്ട് നമ്മൾ വീണ്ടും ഈ ചെയ്ത പ്രോസസ്സ് ചെയ്യേണ്ടതാണ്. ആദ്യം പ്രണാമാസനം. കൈകൾ കൂപ്പി നെഞ്ചിലേക്ക് തള്ളവിരൽ തട്ടുന്ന തരത്തിൽ ഈ ഒരു പൊസിഷനിൽ പ്രണാമാസനം ചെയ്യുക. അടുത്തത് ഹസ്ത ഉത്ഥാനാസനം. നമുക്ക് പറ്റുന്ന പോലെ ബാക്കിലേക്ക് ബെൻഡ് ചെയ്യുക. ഇൻഹെയിൽ ചെയ്തുകൊണ്ടാണ് ബെൻഡ് ചെയ്യേണ്ടത്. ഇനി എക്സ്ഹെയിൽ ചെയ്തുകൊണ്ട് പാദഹസ്താസനം. നെറ്റി കാൽമുട്ടിൽ തട്ടുകയാണെങ്കിൽ ആ ഒരു പൊസിഷനിൽ നിൽക്കുന്നത് നന്നായിരിക്കും. അടുത്തത് അശ്വസഞ്ചലനാസനം. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ടാണ്. കാല് നന്നായി വലിഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് വലതുകാല് കൂടി ബാക്കിലേക്ക് വെച്ചുകൊണ്ട് ദണ്ഡാസനം. നെറ്റി, നെഞ്ച്, കാൽമുട്ട് ഇവയൊക്കെ തറയിൽ മുട്ടിച്ചുകൊണ്ട് അഷ്ടാംഗ നമസ്കാരം. ബ്രീത്ത് ഇൻഹേൽ ചെയ്തുകൊണ്ട് ഭുജംഗാസനം. ബ്രീത്ത് എക്സ്ഹേൽ ചെയ്ത് പർവ്വതാസനത്തിലേക്ക് വരിക. ഇടതുകാല് മുന്നോട്ട് വെച്ച് വീണ്ടും അശ്വസഞ്ചലനാസനം. നോട്ടം നേരെ ആയിരിക്കണം. രണ്ട് കാലും ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് പാദഹസ്താസനം. ശ്വാസം ഉള്ളിലേക്കെടുത്ത് ഹസ്ത ഉത്ഥാനാസനം. ആൻഡ് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പ്രണാമാസനം. ഇപ്പം നമ്മൾ സൂര്യ നമസ്കാരത്തിൻ്റെ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി കുറച്ചു നേരം വിശ്രമിക്കാം. 12 സ്റ്റെപ്പുകളാണ് സൂര്യ നമസ്കാരത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ കുറേ നേരം വർക്കൗട്ട് ചെയ്യാൻ സമയമില്ലാത്ത ആളുകൾക്കൊക്കെ ഈ സൂര്യ നമസ്കാരം ഡെയിലി ഒരു 6 തവണ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശാരീരികവും മാനസികവുമായിട്ടുള്ള സുസ്ഥിതിക്ക് വളരെയധികം നല്ലതാണ്. സൂര്യ നമസ്കാരം സൂര്യകിരണങ്ങൾ ഏറ്റുകൊണ്ട് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഇത് ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ അളവ് കൂട്ടുന്നതിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ കുറേയധികം ആസനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ശരീരത്തിൻ്റെ എല്ലാ വ്യവസ്ഥകളെയും ഉദ്ദീപിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. സൂര്യ നമസ്കാരം ഒരു സമ്പൂർണ്ണ വ്യായാമ പദ്ധതിയായി എല്ലാ ആരോഗ്യശാസ്ത്രങ്ങളും അംഗീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പതിവായി ചിട്ടയോടെ ഏതാനും തവണ സൂര്യ നമസ്കാരം ചെയ്യുന്നത് ഏതൊരു വ്യക്തിയെയും സമ്പൂർണ്ണ സുസ്ഥിതിയിലേക്ക് നയിക്കുന്നതിന്
കാരണമാകുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്